ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം ഇൻസ്റ്റഗ്രാമിൽ കൂടെയും യൂട്യൂബിലെ എൻ്റെ കമൻസിലൂടെയൊക്കെ ഒരുപാട് പേർ ആവശ്യപ്പെട്ടു കോഴിക്കോട് താമസിക്കാൻ പറ്റിയ സ്ഥലത്തെക്കുറിച്ചും ഡോർമെറ്ററിയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്ന്. ആ വീഡിയോ ആണ് ഇന്നത്തേത്. ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് വന്നാൽ നമുക്ക് എവിടെ താമസിക്കാനുള്ള റൂമുകളെക്കുറിച്ചും ഡോർമെറ്ററിയെക്കുറിച്ചും ഹോട്ടലുകളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ. കൂടാതെ നമ്മൾ ഈ ഹോട്ടലൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴേ കുറേ ടിപ്സുകളുണ്ട്. എവിടെ എടുക്കണം, അല്ലെങ്കിൽ ഏതായിരിക്കും നമുക്ക് എളുപ്പം, ഇങ്ങനത്തെ കുറച്ച് ടിപ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ ഇടയ്ക്കല്ല കുറച്ചായി ആലപ്പുഴയിലോട്ടൊരു യാത്ര നടത്തിയിരുന്നു. ആലപ്പുഴയിലെത്തിയപ്പം അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊന്നും റൂം ഞങ്ങൾ കണ്ടില്ല. അപ്പം ഞങ്ങൾ റൂം അന്വേഷിച്ച് നടക്കേണ്ട ഒരു അത് വന്നു. എവിടെ റൂം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അവസാനം ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഇവിടെ അടുത്തുള്ള നല്ലൊരു ഹോട്ടലിൽ ഞങ്ങൾ എത്തിക്കണമെന്ന്. അങ്ങനെ ഓട്ടോറിക്ഷക്കാർ, ഞാനുണ്ടായിരുന്നു, നമ്മുടെ നൗഷാദിക്കിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ഉള്ള ഒരു ഹോട്ടലിൽ എത്തിച്ചു. അവിടെ റൂം ഒരു ദിവസത്തേക്ക് 1200 രൂപയായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് 1200 രൂപ, പിന്നെ നമ്മൾ അന്വേഷിച്ച് കിടക്കാൻ നമുക്കറിയില്ല എവിടെ റൂം ഉള്ളത് അല്ലെ ഹോട്ടലുള്ള എവിടെയെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ റൂം എടുത്തു. 1200 രൂപ നമുക്ക് ഒരു ദിവസത്തെ വാടക വന്നത്. അവിടുത്തെ വിസിറ്റിംഗ് കാർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ശരിക്കും അവിടെ 1000 രൂപയാണ് റൂമിൻ്റെ റെൻറ്റ്. 200 രൂപ ഈ ഓട്ടോറിക്ഷക്കാർക്കുള്ള കമ്മീഷനായിരുന്നു. അപ്പം ഇങ്ങനെയൊന്നും നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും വിടേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ഹോട്ടലുകളെ കുറിച്ചും കുറച്ച് ഡോർമെറ്ററികളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും. കാരണം അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നേരെ നമുക്ക് കാഴ്ചകളിലേക്കും ഈ വീഡിയോയുടെ വിശേഷങ്ങളിലേക്കും പോവാം. കോഴിക്കോടുള്ള എല്ലാ ഹോട്ടലുകളും ഡോർമെറ്ററികളും നിങ്ങളുടെ മുന്നിലോട്ട് നമുക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നമുക്ക് റൂം എടുക്കാൻ പറ്റിയ എവിടെയൊക്കെയാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാവർക്കും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് റൂം അന്വേഷിക്കുക. അതിന് പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ. അതുപോലെ തന്നെ പാളയത്ത്, അതായത് പാളയം ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ആ പരിസരത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റൂം എടുക്കാൻ പറ്റിയ സ്ഥലം. അതേപോലെ KSRTCയുടെ സമീപവും പുതിയ സ്റ്റാൻഡിൻ്റെ സമീപവുമുള്ള കുറച്ച് ഹോട്ടൽസും കാര്യങ്ങളും. ഇതൊക്കെയാണ് നാം ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. കൂടെ നമ്മൾ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. നമ്മുടെ വീടിന് മുന്നിൽ കൂടെ റോഡായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ പോകും. ഞാനിപ്പോൾ ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ആണ് ഞാൻ ഇടയ്ക്ക് നിർത്തി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യാത്ര എവിടേക്കാണ് അതനുസരിച്ച് വേണം അവിടുന്ന് നമുക്ക് വാഹനങ്ങൾ, അതായത് കാറോ ബൈക്കോ ഉള്ളവർക്കല്ല, പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർക്ക് ബസ്സിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് അവിടെ നിന്നാണോ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് നമ്മൾ റൂം എടുക്കുന്ന സ്ഥലത്തു നിന്ന് ബസ് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ട് വന്നാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണോ, അതൊക്കെ ബസ് സ്റ്റേഷനിലോട്ട് പോകണോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റൂം എടുക്കേണ്ടത്. ഇത് ആദ്യത്തെ ടിപ്പാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ റൂം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും PVS ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഹോട്ടൽസാണ്. ഇന്ത്യൻ നാഷണൽ ടൂറിസ്റ്റ് ഹോം. ഇവിടെ നമുക്ക് 700 രൂപ മുതൽ റൂം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോർമെറ്ററിയും ഫ്രഷപ്പിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് PVSലോട്ട് പോണ അതേ റൂട്ടിൽ തന്നെയാണ്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റൊരു റൂമുണ്ട്, പ്ലേസ് കിച്ചൻ. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡോർമെറ്ററിയും ഉണ്ട്. നല്ല സൗകര്യമുള്ള മറ്റൊരു ഹോട്ടലാണ് ഈ പ്ലേസ് കിച്ചൻ. 1 ഡേ പ്ലേസ് കിച്ചൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടുത്തെ ഡീറ്റെയിലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡോർമെറ്ററി മാത്രമുള്ളൊരു സ്ഥലമുണ്ട്. ഫ്രഷപ്പിനും ഡോർമെറ്ററിക്കുള്ള സൗകര്യം. ഇവിടെ ഫ്രഷപ്പും ഡോർമെറ്ററിയും ഒക്കെ 159 രൂപ, അതേപോലെ തന്നെ 250 രൂപയൊക്കെ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ
വില കൂടിയ റൂമുകൾ എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ, ആഡംബര റൂമുകൾ എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ മലബാർ പാലസ് ഉണ്ട്. ഇത് മുതലക്കുളത്താണ്. ഇതൊരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. മലബാർ പാലസ് മുതലക്കുളത്ത് തന്നെയാണ് ഇതിൻ്റെ സ്ഥലം. നമ്മൾ പാളയം ജംഗ്ഷനിൽ നിന്നും മീൻചന്തയ്ക്ക് പോണ വഴിക്ക് കുറച്ച് മുന്നോട്ട് നടന്നാൽ വൈറ്റ് ലൈൻ എന്നൊരു ഹോട്ടൽ നമുക്ക് കാണാൻ കഴിയും. പാളയത്ത് വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് ഈ വൈറ്റ് ലൈൻ. ഇത് MCC ബാങ്കിന് സമീപമായിട്ടാണ് ഉള്ളത്. അമൃത ബാർ ഹോട്ടൽ, ഇത് പുതിയ സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണുള്ളത്. ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റ് ഹോട്ടലാണിത്. ഇവിടെയും നമുക്ക് റൂമുകൾ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. എല്ലാ താമസ സൗകര്യവും ഉണ്ട്. കോൺഫറൻസ് ഹാളൊക്കെ അടങ്ങിയതാണ്. പുതിയ സ്റ്റാൻഡിനോട് സമീപം ഫോക്കസ് മാളിൻ്റെ അടുത്ത് ഡി ഗ്രാൻഡ്. ഇതെല്ലാം തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ്, എങ്കിലും അടിപൊളി ഹോട്ടൽസാണ്. താമസിക്കാൻ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ബാർ അറ്റാച്ച്ഡ് ഡി ഗ്രാൻഡ്. പുതിയ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ഹോട്ടലുണ്ട്. ഇതാണ് ശരവണ ഭവൻ. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അതിൻ്റെ മുകളിൽ താമസ സൗകര്യമുണ്ട്. സാധാരണക്കാർക്കൊക്കെ പറ്റിയ സംഭവമാണ്. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് ഹോട്ടൽ സീലോഡിൻ്റെ അടുത്ത് KY റെസിഡൻസി എന്നൊരു താമസ സൗകര്യമുണ്ട്. അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ റൂമുകളുള്ള ഒരു സ്ഥലമാണ് KY റെസിഡൻസി. അതും പുതിയ സ്റ്റാൻഡിന് ഓപ്പോസിറ്റാണ്. നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന വീഡിയോ കണ്ടവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ സ്റ്റേഡിയം റോഡ് കൂടിയാണ് പോകുന്നത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയുള്ള റോഡാണിത്. ഇതിലെ പോയി കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻഡിൽ റൂം എടുത്താലും അതേപോലെ KSRTCയിൽ വന്നിറങ്ങിയാലും എളുപ്പത്തിലെത്താവുന്ന ഒരു ഹോട്ടലാണ് ആശ ലോഡ്ജ്. ആശ ആർക്കേഡ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാവർക്കും താമസിക്കാൻ പറ്റിയ നല്ല ഒരു ലോഡ്ജിങ് സൗകര്യമുള്ള സ്ഥലമാണ് ആശ ആർക്കേഡ്. ഇത് KSRTCയിൽ നിന്നും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. മിനിമം ചാർജൊക്കെ വരുന്നുള്ളൂ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാവൂർ റോഡ് കാണാം. ഈ മാവൂർ റോഡിന് തൊട്ടടുത്താണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. മാവൂർ റൂട്ടിൽ KSRTCക്ക് തൊട്ടടുത്ത് ഒരു എവറസ്റ്റ് പാലസ് ഉണ്ട്. ഇവിടെ നമുക്ക് താമസിക്കാൻ എളുപ്പമാണ്. ഇനിയും അടുത്ത ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മൾ എവിടെ റൂം എടുക്കുകയാണെങ്കിലും ഒന്നുകിൽ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് പോയി എടുക്കുക. ഓട്ടോറിക്ഷക്കാരെയൊക്കെ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ നമുക്ക് ലാഭം കിട്ടും. അത് കോഴിക്കോട് മാത്രമല്ല, നിങ്ങൾ എവിടെ പോയാലും മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ പുറകെ വരും. ഹോട്ടൽ കാണിച്ചു തരാം. സത്യത്തിൽ അവർക്ക് നല്ലൊരു കമ്മീഷൻ പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് പൈസ ലാഭിക്കാനായിട്ട് കഴിയും. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടണം എന്നില്ല. വലിയ വലിയ ഹോട്ടലുകളാണ് ഒക്കെ നല്ല റൂമുകൾ കിട്ടും. വേറൊരു ടിപ്പുണ്ട്. അതായത് നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ, ടിപ്പല്ലത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൂം തുറന്ന് കാണണം. അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. കയറി നോക്കിയതിന് ശേഷം മാത്രമേ അഡ്വാൻസ് കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മളിതൊരു ടിപ്പല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെ റൂം എടുത്താലും നമ്മൾ റൂം തുറന്ന് കാണുക, നമുക്ക് സംതൃപ്തി ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള റൂമാണോ, നമുക്ക് കൊടുക്കാൻ പറ്റിയ വാടകയാണോ, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക. കഴിയുന്നതും ക്യാഷായിട്ട് കൊടുക്കുക. കാർഡുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ കോഴിക്കോടത്തെ വളരെ കുറച്ച് റൂംസും കുറച്ച് ഡോർമെറ്ററികളും ഹോട്ടലുകളാണ് നിങ്ങളുടെ മുന്നോട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഉദാഹരണത്തിന് ഹോട്ടൽ രവീസ്, ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതുള്ളത് RP മാളിനോട് ചേർന്നാണ്. മറ്റൊരു സ്റ്റാർ ഹോട്ടലാണ് ഗോകുലം മാളിനോട് ചേർന്നുള്ള ഗോകുലം ഗ്രാൻഡ്. അതിൽ നിന്ന് നമുക്ക് മാളിലോട്ട് പ്രവേശനമൊക്കെ ഉണ്ട്. അതൊരു സ്റ്റാർ ഹോട്ടലാണ്. അവിടെ നമുക്ക് താമസ സൗകര്യം കിട്ടും, പക്ഷേ കോസ്റ്റ്ലിയാണ്, ശ്രദ്ധിക്കുക. ഹോട്ടൽ രവീസ് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. KSRTC സ്റ്റാൻഡിനോട് ചേർന്നുള്ള
ഹോട്ടൽ ഹൈസൻ. ഇവിടെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മെട്രോ ടൂറിസ്റ്റ് ഹോം. ഇത് രണ്ടും മാവൂർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കുരിശുപള്ളിക്ക് സമീപമാണ്. കോഴിക്കോടങ്ങാടി എന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുരിശുപള്ളി എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിനടുത്താണ് ഈ 2 ഹോട്ടലുകളും ഉള്ളത്. ഇവിടെ നമുക്ക് താമസം അവൈലബിൾ ആണ്. കുറച്ചും കൂടി പോപ്പുലറായ ഒരു 3 സ്റ്റാർ ഹോട്ടൽ മഹാറാണി. സിനിമാ താരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ്. താലൂക്ക് ഓഫീസ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോഴേ ആദ്യം നമുക്ക് എവിടെയൊക്കെ പോകാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താവശ്യത്തിനാണ് വന്നത്. ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റൽ ആവശ്യമാണെങ്കിൽ, മിംസിൻ്റെ അവിടെയാണെങ്കിൽ ആ പരിസരത്ത് റൂം എടുക്കാൻ നോക്കുക. ബേബിയുടെ അവിടെയാണെങ്കിൽ ആ പരിസരത്ത് റൂം എടുക്കാനായിട്ട് ശ്രമിക്കുക. അവിടെയൊക്കെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. അല്ല, നമ്മളൊരു ടൂറാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഉദാഹരണത്തിന് ബേപ്പൂരാണ് പോകാൻ ഉദ്ദേശിച്ചതെങ്കിൽ ബേപ്പൂരിലോട്ടുള്ള വണ്ടി കിട്ടുന്ന അധികം മാനാഞ്ചിറയിൽ നിന്നാണ്. അപ്പോൾ മാനാഞ്ചിറയുടെ പരിസരത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് റൂം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകാനായിട്ട് കഴിയും. അല്ലെങ്കിൽ പാളയത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനും അടുത്തായിരിക്കും, റൂമും അടുത്തായിരിക്കും. അപ്പോൾ ബസ്സിൻ്റെ ഒരു അവൈലബിലിറ്റി, അതായത് വാഹനങ്ങൾ ഇല്ലാത്തവർ, സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർ, പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർ, അവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നമുക്ക് എവിടെ നിന്നാണ് എവിടേക്കാണ് ബസ് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം റൂം എടുക്കുക. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എവിടേക്കൊക്കെ ബസ് കിട്ടും, ഏത് റൂട്ടിൽ പോകുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. ബസ്സുകൾ കോഴിക്കോട് ടൗണിൽ നിന്ന് സഞ്ചരിക്കുന്ന റൂട്ടുകളും ബസ് സ്റ്റോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ടേ. അതായത് കോഴിക്കോടാണ് ഞാൻ താമസം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോട്ടലുകളിലൊന്നും ഞാൻ റൂം എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ റൂം എടുക്കുമ്പം അവിടുത്തെ ചാർജുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് മാത്രം വേണം റൂം എടുക്കാൻ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റൂം എടുക്കരുത്. ആദ്യം അവരുടെ ചാർജും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിധമാണോ എന്ന് ഒന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ റൂമുകൾ കയറി കണ്ടതിന് ശേഷം മാത്രമേ റൂം എടുക്കാവൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ, ഞാൻ ഇത്രയും പറഞ്ഞ കൂടാതെ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ചെറുതും വലുതുമായ ഹോട്ടൽസ് ഉണ്ട്. താമസിക്കാൻ പറ്റിയ റൂം അവൈലബിൾ ആയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്കൊരു വീഡിയോയിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസായി കേട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.